സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പരീക്ഷയുടെ 2023 വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അവയുടെ ആൻസർ കീയുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഏകദേശം ഈ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന വർഷത്തെ എക്സാമും ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് എല്ലാ പാഠഭാഗങ്ങളും വായിച്ച് അതിലെ ആക്ടിവിറ്റികളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് 2023 7ാം ക്ലാസ്സിൽ നിന്ന് വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. 2 മണിക്കൂറാണ് നമുക്ക് പരീക്ഷാ ടൈം ഉള്ളത്. 15 മിനിറ്റ് കോൾ ഓഫ് ടൈം ഉണ്ടാകും. 6 ആക്ടിവിറ്റിയാണ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഗതിവിധി, ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായി നമ്മൾ അറ്റൻഡ് ചെയ്യണം. ബാക്കിയുള്ള 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണത്തിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അങ്ങനെ ടോട്ടൽ 5 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റി ആയിരിക്കില്ല അത്. പുറത്തുനിന്ന് നമുക്കൊരു പാരഗ്രാഫ് തരും. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. വളരെ സിമ്പിളായി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നു പാരഗ്രാഫ് എന്ന്. ഗതിവിധി 1 ഒന്നാമത്തെ ആക്ടിവിറ്റി സൂചന ഖണ്ഡ് പഠേം और प्रश्नों के उत्तर लिखें. തന്നിരിക്കുന്ന ഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. അപ്പോൾ ആദ്യ പാരഗ്രാഫ് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. തിമ്മക്ക കർണാടക മേ രഹത്തി ഹെ. തിമ്മക്ക കർണാടകത്തിലാണ് താമസിച്ചിരുന്നത്. ഇൻകെ ഗാവ് കാ നാം ഹുലിക്കൽ ഹെ. ഇവരുടെ ഗ്രാമത്തിൻ്റെ പേര് ഹുലിക്കൽ എന്നായിരുന്നു. പിछले 80 सालों से തിമ്മക്ക സടക്കോं के കിനാരെ പൗധെ ലഗാ രഹി ഹെ. കഴിഞ്ഞ 80 വർഷത്തോളമായി തിമ്മക്ക റോഡുകൾക്കരികിലൂടെ തൈകൾ നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അബ് തക്ക് ഇപ്പോഴേക്കും അവർ 8,000 से ज़्यादा പൗധെ ലഗാ ചുക്കി ഹെ. ഇപ്പോഴത്തേക്കും അവരൊരു 8,000-ത്തിലധികം ചെടികൾ നട്ട് കഴിഞ്ഞിരുന്നു. തിമ്മക്ക അവർ ഉൻകെ പതി മിൽക്കർ ഉൻകാ ഖ്യാൽ രഖ്തേ ഹെ. തിമ്മക്കയും അവരുടെ ഭർത്താവും ചേർന്നിട്ടാണ് ഇതിനെ സംരക്ഷിച്ചു പോന്നിരുന്നത്. പൗധെ ലഗാനേമേം പതി തിമ്മക്കാക്കി സഹായത കർത്തേ ഹെ. ഈ ചെടികൾ നടുന്നതിലൊക്കെ തിമ്മക്കയുടെ ഭർത്താവ് തിമ്മക്കയെ സഹായിക്കാറുണ്ടായിരുന്നു. ഇതാണ് പാരഗ്രാഫ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. തിമ്മക്ക കഹാ രഹത്തി ഹെ. തിമ്മക്ക എവിടെയാണ് താമസിച്ചിരുന്നതെന്നാണ് നമ്മൾ കണ്ടത്. ഓപ്ഷൻ സി കർണാടകമേം. എവിടെയാണ്? കർണാടക. നമ്മുടെ ഓരോ വരിയിലും ഇതിൻ്റേതായ ആൻസറുകൾ ഉണ്ടാവും. അപ്പോൾ ഇതേ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിമ്മക്കാക്ക് ഗാവ് കാ നാം ക്യാ ഹേ. നമ്മൾ കണ്ടു തിമ്മക്കയുടെ ഗ്രാമത്തിൻ്റെ പേരെന്തായിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ ഹുലിക്കലാണ് തിമ്മക്കയുടെ ഗ്രാമത്തിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ തിമ്മക്ക പൗധെ കഹാ ലഗാത്തി ഹേ. തിമ്മക്ക എവിടെയാണ് ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നത്? നമ്മൾ കണ്ടു തേർഡ് ഓപ്ഷൻ സടക്കോं के കിനാരെ, റോഡരികിലായിരുന്നു. അബ് തക്ക് തിമ്മക്ക കിത്തനെ പൗധെ ലഗാ ചുക്കി ഹേ. ഇപ്പോൾ വരെ തിമ്മക്ക എത്രത്തോളം ചെടികൾ നട്ടു എന്നാണ് നമ്മൾ കണ്ടത്. തേർഡ് ഓപ്ഷൻ 8,000 से ज़्यादा, 8,000-ത്തിലധികം. അടുത്ത ക്വസ്റ്റ്യൻ പൗധെ ലഗാനേമേം കോൻ തിമ്മക്കാക്കി സഹായത കർത്തേ ഹെ. ചെടി നടാൻ തിമ്മക്കയെ സഹായിച്ചിരുന്നത് ആരാണ്? സെക്കൻഡ് ഓപ്ഷൻ പതി. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. വളരെ സിമ്പിളാണ്. പാരഗ്രാഫ് നോക്കിയ ഓരോ വരിയിൽ നിന്നും നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത രണ്ടാമത്തെ ഗതിവിധി എന്താണെന്ന് നോക്കാം. ഗതിവിധി രണ്ടാമത്തെ ആക്ടിവിറ്റി ഇതാണ്. നമ്മുടെ പാഠപുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഗുൽമോഹർ കാ ജന്മദിൻ കഹാനി കാ യഹ് അംശ് പഠേം और प्रश्नों के उत्तर लिखिए. ഗുൽമോഹർ കാ ജന്മദിൻ എന്ന കഥയുടെ ഒരു കുഞ്ഞു ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമെന്നാണ്. മാം मैं अपनी गुलमोहर की 5वां वर्षगांठ मनाऊंगी. मैं अपनी सहेलियों को दावत दूंगी. അതാണ് പാരഗ്രാഫ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മീന കിസ്കാ ജന്മദിൻ മനാനാ ചാഹത്തി ഹേ. മീന ആരുടെ ജന്മദിനമാണ് ആഘോഷിക്കാൻ ആഗ്രഹിച്ചത്? നമുക്കറിയാം, ഗുൽമോഹർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഗുൽമോഹർ കി വർഷഗാഠ് സെ സംബന്ധിത പോസ്റ്റർ തയ്യാർ കരെ. വാഗമരത്തിൻ്റെ ജന്മദിനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മുടെ ഫസ്റ്റത്തെ പാഠഭാഗത്തിൽ തന്നെ പഠിക്കുന്നുള്ളതാണ്. വാഗമരത്തിൻ്റെ ജന്മദിനത്തിനുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ. ആ പോസ്റ്ററാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലൊരു മോഡലിലൊക്കെയാണ് നിങ്ങളും പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ജന്മദിന സമാരോഹ്, വാഗമരത്തിൻ്റെ എത്രാമത്തെ ജന്മദിനമാണെന്നും ഏത് സമയത്താണെന്നും എവിടെ വെച്ചാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണം, അഥവാ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത സൂചന തന്നിട്ടുള്ളത് രാജാക്ക ദർവാസ കഹാനിക്ക അംശ് പഠേം और प्रश्नों के उत्तर लिखिए. രാജാക്ക ദർവാസ എന്ന കഥയുടെ ഭാഗം തന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. രാജാനെ മന്ത്രി സെ കഹാ മുझे एक ऐसा दरवाज़ा बनाकर दो जो सिर्फ मेरी ही आवाज़ से खुले. ഇവിടെ നമ്മുടെ രാജാവ് മന്ത്രിയോട് പറയുന്ന ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്.
യഹാം രാജാനെ കിസ് പ്രകാർ ക ദർവാസ ബൻവാനെ കോ കഹ. ഇവിടെ രാജാവ് എപ്രകാരമുള്ള വാതിൽ പണിയാനാണ് നമ്മുടെ മന്ത്രിയോട് പറഞ്ഞത്? ആ മുകളിലെ വരിയിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. എന്താ പറഞ്ഞത്? ആവാസ് സേ ഗുല അല്ലേ, എൻ്റെ ശബ്ദം കേട്ടാൽ തുറക്കുന്ന ഒരു വാതിൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. അവിടെ വരിയിൽ തന്നെ നോക്കിയേ, ജോ സിർഫ് മേരി ഹി ആവാസേ കുലെ, എൻ്റെ ശബ്ദത്താൽ തുറക്കപ്പെടുന്ന ഒരു വാതിൽ നിർമ്മിക്കാനാണ് ഇവിടെ രാജാവ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താലികാസെ ഉചിത് വാക്യ ചുൻകർ വാർത്താലാപിക്ക് പൂർത്തീകരെ. താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ കുറച്ച് സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ബോക്സിലുള്ള സെൻറ്റൻസുകൾ ഇവിടെ ഏത് വരിയിലേക്കാണ് യോജിക്കുന്നതെന്ന് നോക്കാം. ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. രാജ മന്ത്രി ജി മുझे एक दरवाज़ा बनवाना है. രാജാവ് പറയണം, മന്ത്രി എനിക്കൊരു വാതിൽ പണിയണം. അപ്പം മന്ത്രി പറയുന്ന ഏത് സെൻറ്റൻസ് ആണ് ഇനി നമ്മളിവിടെ നിന്ന് എടുത്തെഴുതേണ്ടത്? അപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ സെൻറ്റൻസ് എടുത്തെഴുതുക. കൈസ ദർവാസ മഹാരാജ്, എപ്രകാരമുള്ള വാതിലാണ് രാജാവേ? അപ്പോൾ രാജാവ് ഒരു മറുപടി പറയുന്നത് ഇവിടെ നിന്നുണ്ട്. അതേതായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ എഴുതുക, മേരി ആവാസ് ദേ ഗുൽനേവാല ദർവാസ, എൻ്റെ ശബ്ദം കൊണ്ട് തുറക്കപ്പെടുന്ന വാതിൽ. അപ്പം മന്ത്രി, കബ് തക്ക് ചാഹിയെ മഹാരാജ്, ലാസ്റ്റ് ഓപ്ഷൻ, എപ്പോഴേക്കും വേണം മഹാരാജാവേ എന്നത്തേക്കാണിത് വേണ്ടത് എന്ന്. അപ്പോൾ രാജ, ഇനി ബാക്കിയുള്ളത് മൂന്നാമത്തെ വരിയാണ്. പർസോ ഷാം തക്ക്, നാളെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും റെഡിയാക്കി തരണം. അപ്പം ഇതാണ് ഇതിൻ്റെ ഓർഡറിൽ എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വാർത്താലാപം പൂർത്തീകരിക്കാൻ സാധിക്കും. അടുത്ത ഗതിവിധി എന്താണെന്ന് നോക്കാം. സൂചന, മേരാ ജീവൻ കവിത കൈ അംശ പഠേം और प्रश्नों के उत्तर लिखें. മേരാ ജീവൻ എന്ന കവിതയുടെ ഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. ഇവിടെ ഉത്സാഹ് ഉമംഗ് നിരന്തർ രഹിത്തെ മേരെ ജീവൻ മേം ഉല്ലാസ് വിജയ് കാ ഹസ്ത മേരെ മത്വാലെ മൻമേം എന്ന ഭാഗമാണ് അവിടെ തന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ജീത്ത് കേലിയെ കവിതാമേം പ്രയുക്ത ശബ്ദ കോൺസാഹി. ജീത്ത് എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കവിതാവരിയിലെ വാക്ക് ഏത്? നമുക്കറിയാം ജീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയമാണല്ലേ. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ വരിയിൽ വിജയ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതാണ് അവിടെ ഉത്തരമായിട്ട് വരിക. അതിൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിതാംശിക ആശയലിഖ, ഈ കവിതാവരികളുടെ ആശയം എഴുതുക എന്നാണ്. ഒരിക്കലും ആശയം എഴുതുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം എഴുതുക എന്നല്ല. ഹിന്ദിയിൽ ഈ കവിതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ എഴുതുക. കവിയെയും കവിതയെയും സൂചിപ്പിക്കണം. ആരാണിതിലെ കവിയെന്നും കവിത ഏത് കവിതയിൽ നിന്ന് വരികളാണെന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിലെന്താണ് കവി പറയുന്നതെന്നും നോക്കിക്കൊണ്ട് ഈ പദ്യഭാഗത്തെ ഗദ്യരൂപത്തിലേക്ക് മാറ്റി എഴുതുക. അതിൻ്റെ ആശയമായിട്ട് ഉൾപ്പെടുത്തുക. അതാണ് ഈ ആക്ടിവിറ്റി. നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗതിവിധി 5 സൂചന ഖണ്ഡ് പഠേം और प्रश्नों के उत्तर लिखें. ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. हरिवंश राय बच्चन हिंदी भाषा के कवि है. उनका जन्म 27 नवंबर 1907 को इलाहाबाद में हुआ था. उन्होंने इलाहाबाद विश्वविद्यालय से अंग्रेजी में स्नातकोत्तर और कैम्ब्रिज विश्वविद्यालय से PhD की उपाधि प्राप्त की. मधुशाला, मधुबाला, निशानीमंद्रन आदि उनकी प्रमुख रचनाएं हैं. भारत सरकार ने सन 1976 में उन्हें पद्म भूषण की उपाधि से सम्मानित किया. ഇവിടെ ഹരിവംശ് റായ് ബച്ചൻ്റെ ഒരു ജീവചരിത്രമാണ് തന്നിട്ടുള്ളത്. നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഭാരത സർക്കാരിനെ ഹരിവംശ് റായ് ബച്ചൻ കോ കിസ് ഉപാധി സെ സമ്മാനിത് കിയ. ഭാരത സർക്കാർ ഹരിവംശ് റായ് ബച്ചന് എന്ത് പുരസ്കാരമാണ് കൊടുത്തിട്ടുള്ളത്? അത് നമ്മുടെ ഈ പാരഗ്രാഫിലുണ്ട്. അവിടെ നിന്ന് എടുത്തെഴുതുക. ലാസ്റ്റ് വരിയിൽ അതാ പറയുന്നു, പത്മഭൂഷൺ കെ ഉപാധി, പത്മഭൂഷൺ എന്ന പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹരിവംശ് റായ് ബച്ചൻ കി പ്രൊഫൈൽ തയ്യാർ കരെ. 5ാം ക്ലാസ് മുതൽ നിങ്ങൾ പ്രൊഫൈൽ തയ്യാറാക്കാൻ പഠിച്ചിട്ടുള്ളതാണ്. ആളുകളുടെ പേരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചുകൊണ്ട് പ്രൊഫൈൽ തയ്യാറാക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? നാം എന്നുള്ളതിന് നേരെ ഹരിവംശ് റായ് ബച്ചൻ. ജന്മ ഏതാണ്? 27 നവംബർ 1907. ജന്മസ്ഥാൻ ഇലാഹാബാദ്. ഉപാധി പത്മഭൂഷൺ. അങ്ങനെ പറഞ്ഞിട്ട് വേണം ഇതിൽ വെച്ചിട്ടുള്ള ഹിൻസുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പ്രൊഫൈൽ ഒരു ബോക്സിനുള്ളിലാക്കിയിട്ട് എഴുതുക. അതായിരുന്നു ക്വസ്റ്റ്യൻ. ചില അവസരങ്ങളിൽ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും തരും. നമുക്ക് പ്രൊഫൈൽ തന്നിട്ട് ഇതേപോലെ ഒരു ജീവനിയുടെ ഭാഗമാക്കി മാറ്റാൻ പറയും. അപ്പം നമ്മൾ പേരൊക്കെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഇതേപോലെ ഹരിവംശ് റായ് ബച്ചൻ കി ജന്മ 27 നവംബർ 1907 ഇലാഹാബാദ് മേ ഹുവാ ദാ എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് ആക്കിയും എഴുതും. നേരെ തിരിച്ചും മറിച്ചും തരും കേട്ടോ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഗതിവിധി ച സൂചന കവിതാംശ പഠേ और प्रश्नों के उत्तर लिखें. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. ഹാത്തി ചിങ്കാട ജംഗൽ ഗുഞ്ച് ഗയാ ചീണ്ടി ചില്ലായി കിസീനെ നാ സുന ഹാത്തിനെ ഫൂങ്ക ആന്തി ആങ്കയി ചീണ്ടിനെ ഫൂങ്ക പത്തി തക് നഹിലി. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, കവിതാംശ കേലിയെ ഏക്ക് ശീർഷക് ദേ. കവിതയ്ക്ക് ഉചിതമായൊരു ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആ കവിത വായിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹാത്തിയെ, ആനയെക്കുറിച്ചും ഉറുമ്പിനെക്കുറിച്ചും ഉള്ളൊരു കവിതയാണ്.
അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹാത്തി ഔർ ചീണ്ടി എന്നോ അല്ലെങ്കിൽ ഹാത്തി എന്നോ അതിൽ പറ്റിയ ഒരു വാക്കെടുത്തിട്ട് അതിന് ഹെഡിങ് കൊടുക്കുക. ഈ കവിതയിൽ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഹാത്തി ചിങ്കാട ജംഗൽ ഗൂഞ്ചുകയ. ഹാത്തി ചിഹ്നം വിളിച്ചു, ആന വളറി വിളിച്ചപ്പം കാടാകെ മുഴങ്ങി. ചീണ്ടി ചില്ലായി, എന്നാൽ ഉറുമ്പ് കരഞ്ഞു. കിസീനെ ന സുന, ആരും തന്നെ കേട്ടില്ല. ഹാത്തിനെ ഫുങ്ക ആന്തിയാകയ. ഹാത്തി ഇങ്ങനെ ചീറ്റി, അപ്പോഴേക്കും കൊടുങ്കാറ്റ് വന്നു. ചീണ്ടീനെ ഫുങ്ക പത്തി തക്ക് നഹില, എന്നാൽ ഉറുമ്പ് അങ്ങനെ ചെയ്തപ്പോഴോ ഇല പോലും അനങ്ങിയില്ല. അപ്പോൾ ഇവിടെ ആനയും ഉറുമ്പും തമ്മിലുള്ളൊരു അന്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഹി മിലാങ്കരെ, മാച്ച് ദി ഫോളോയിങ്, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ജംഗൽ ഗൂഞ്ചുകയ, കാട് മുഴങ്ങി. എന്തുകൊണ്ടാണ്? ഇവിടെ ഏതാ വരികയാണ്? മൂന്നാമത്തെ ഓപ്ഷൻ ഹാത്തി ചിങ്കാട. പത്തി തക്ക് നഹീലി, എന്താക്കിയപ്പോഴാണ്? അത് നമുക്ക് ആ വരി നോക്കിയാൽ കിട്ടും. ചീണ്ടി നെ ഫൂങ്ക, ലാസ്റ്റത്തത്. കിസീനെ ന സുന, ആരും കേട്ടില്ല എന്ന് പറഞ്ഞത് എന്താ? ചീണ്ടി ചില്ലായി, രണ്ടാമത്തേത്. ആന്തി ആഗയി, ആന്തി ആഗയി എപ്പോഴാണ്? ഹാത്തിനെ ഫൂങ്ക ഫസ്റ്റത്തത്. അപ്പോൾ ഇതാണ് 2023 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ വാർഷിക പരീക്ഷയുടെ. അപ്പോൾ ഇതേ മോഡലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. തുടർന്ന് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്